അഞ്ജലിയോട് ഞാൻ തമാശയ്ക്ക് ഞാൻ വിളിച്ചു ചോദിച്ചു, അഞ്ജലി എനിക്ക് പൈസയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? അപ്പൊ അഞ്ജലി എന്റെ പൊന്നു ചേട്ടാ, നാട് മുഴുവൻ നടന്ന് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അഞ്ജലി ആരെങ്കിലും വിളിച്ചോ? അഞ്ജലി ആരും വിളിച്ചില്ല. ഇലക്ഷൻ സമയം 24-25 ദിവസം നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിൽ നോമിനേഷൻ കൊടുക്കുന്ന ഒരു ദിവസം മാത്രമാണ് 2020 ചെയർമാനായ സാബു ജേക്കബ് നമ്മുടെ അടുത്ത് വന്നത്. നമ്മൾ വിചാരിച്ചു തൃപ്പൂണിത്തുറയിൽ പുള്ളി ഫുൾ ടൈം ഉണ്ടെന്നും. അവിടെയുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട അത്യാവശ്യം കേരളത്തിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്തിട്ടുള്ള എന്നെ പോലെ ഒരാൾ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ പോലും പുള്ളി ഇതാണ് ചെയ്തു തരുന്നത്. പുള്ളി ഈ 2020 മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് ചേട്ടൻ ആയി ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത്രയും നാളായിട്ട് ഈ പുള്ളിയെ വിളിച്ചിട്ടില്ല, ഒരു നന്ദി പോലും പറഞ്ഞിട്ടില്ല. കാര്യം ഈ പുള്ളി ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ഫുൾ ടൈം ഒരാൾ കൂടെ നടന്നിട്ട് പോലും ബിസിനസ് ഉള്ള ആളാണ്, അത് കളഞ്ഞിട്ട് നടന്നതാണ്. അയാളുടെ അടുത്തൊരു നന്ദി പറഞ്ഞിട്ടില്ല. അപ്പോ സ്ഥാനാർത്ഥികളുടെ തലയിലേക്ക് ഇത് കൊണ്ടുവച്ച് നിങ്ങൾ ദയവ് ചെയ്ത് കെട്ടരുത്, നിങ്ങൾ ആരും ദയവ് ചെയ്തത് പറയരുത്. നിങ്ങളിൽ പലരും ഇലക്ഷന് ശേഷം ഞാനൊരു ഇലക്ട്രിക് വണ്ടി എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം കരുതി ഇവൻ ഇലക്ഷന് ഫണ്ട് കിട്ടിയത് കൊണ്ടാണ് ഇലക്ട്രിക് വണ്ടി എടുത്തത്. എന്റെ പൊന്ന്, എന്റെ മക്കളാണ് സത്യം. ബെൻസ് പതുക്കെ അങ്ങ് വിറ്റിട്ട് ഇലക്ട്രിക് വണ്ടിയിൽ നടന്നാൽ മാസമുള്ള ചെലവ് കുറയും. കാര്യം എന്റെ അച്ഛന് ക്യാൻസർ ആണ്. ഞാൻ എറണാകുളത്ത് നിന്ന് ഞാൻ കൊട്ടാരക്കരയ്ക്ക് ഒരു മാസത്തിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും പോകേണ്ട സാഹചര്യം പലപ്പോഴും ഉണ്ടാവും. ഇത് ആരെയും കാണിക്കാൻ വേണ്ടി പോകുന്നതല്ലല്ലോ, ഞാൻ പോയി വരുന്ന കാര്യമല്ലേ. അതിന് ബെൻസിൽ പോയി വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 4000-5000 രൂപ ചെലവാണ്. ഇലക്ട്രിക് വണ്ടി ആകുമ്പോഴത്തേക്ക് ലാഭം ഉണ്ടാവും. എനിക്ക് വരുമാനം വരുന്നത് അവസാനിച്ചു. NDAയിലേക്ക് പോയതിനു ശേഷം എന്നോട് അത്രയും അടുപ്പമുള്ള എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ എന്നെ വിളിച്ചത് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല വരുമാനങ്ങളും അവസാനിച്ചു. ഇതേ സമയം നമ്മൾ പഴി കേൾക്കേണ്ടി വരുന്നു. ഈശ്വരൻ അനുഗ്രഹിച്ച് ഏഷ്യാന്റെ തന്നെ മറ്റൊരു ഷോയുടെ ഭാഗമായി ഞാൻ മുന്നോട്ട് പോകുന്നത് കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അല്ലാതെ ഇവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയം പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അവഗണന ഇത്രയും ഒരു ഒറ്റതിന് ശേഷമാണെന്ന് അവഗണന ചോദിച്ചാൽ 2020 എവിടെ ജയിച്ചത്? 2020 അങ്ങ് ജയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് അവഗണന പുള്ളി എന്നോട് മാത്രമല്ല. കാര്യം എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇദ്ദേഹം വന്നത് ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് 19 നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, എറണാകുളത്ത് മാത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തിനാണ് 19 സ്ഥലത്ത് മത്സരിച്ചത്? 19 സ്ഥലത്ത് മത്സരിക്കുന്നത് 19 സ്ഥലത്ത് നിന്നുള്ള ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ പൈസ ഇയാള് സാബു എടുത്തെന്നാണോ അതില് പറയുന്നത്? ഈ BJP നേതാക്കൾ ഒഴിച്ചിട്ടൊന്നും എനിക്കറിയത്തില്ല. BJPയിൽ നിന്ന് പുള്ളിക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് ഞാൻ 40 കോടി രൂപ എന്ന് BJPയുടെ തന്നെ ചില നേതാക്കന്മാർ മറ്റു പലരോട് പറഞ്ഞതിൽ നിന്നും, കാര്യം എനിക്ക് പണം കിട്ടി എന്ന രീതിയിൽ, അതായത് സാബു ജേക്കബിന് പണം കൊടുക്കുമ്പോൾ അത് എനിക്കും കിട്ടുമല്ലോ എന്ന അർത്ഥത്തിൽ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് 5 പൈസ കിട്ടിയില്ല. ഇതെന്താന്ന് വെച്ചാൽ പുറത്ത് നമ്മൾ എവിടെ ചെന്നാലും ഇതിന്റെ ഇടയിലൂടെ ഞാൻ വൈഫിന്റെ കുറെ ഗോൾഡ് കൊണ്ട് വിറ്റു. അപ്പൊ എന്റെ അടുത്ത് വൈറ്റ് ഗോൾഡിന്റെ ആള് ചോദിക്കുകയാണ്, വൈറ്റ് ഗോൾഡിലാണ് ഞാൻ കൊണ്ട് വിറ്റത്. അപ്പൊ പുള്ളി ചോദിക്കുകയാണ്, അല്ല ആക്ച്വലി മോണിറ്ററി ബെനിഫിറ്റ് ഒക്കെ ഉണ്ടായില്ല, ഞങ്ങളെല്ലാം വിചാരിച്ചത് അഖിലിന് അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളതാണ്. അഖില, ഇതിലെ വലിയൊരു പ്രശ്നം ഈ സാബു ജേക്കബ് കയ്യിൽ നിന്നും പണം ഇറക്കുന്ന ആളാണ്. ഇയാൾക്ക് ഇങ്ങനെ ഒരു പണം എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പൊതുസമൂഹത്തിന്റെ ഒരു ധാരണ. ആ ധാരണയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ ഇദ്ദേഹം ഒരുപാട് നല്ല മനുഷ്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ 2020 ആശയത്തോട് ഭയങ്കര യോജിപ്പുള്ള ഒരാളായിരുന്നു ഞാൻ. ഒരു സ്വതന്ത്ര കാഴ്ചപ്പാട്, ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, കിഴക്കമ്പലത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള. പക്ഷെ പിന്നീട് ഇതിന്റെ യാഥാർത്ഥ്യം എന്താ? കിഴക്കമ്പലത്ത് ചെയ്ത പലതും 2020 അല്ല, കിറ്റെക്സിന് വേണ്ടിയിട്ടാണ്. കിറ്റെക്സിന്റെ പല കാര്യങ്ങളും നടത്തിയെടുക്കാനും കിറ്റെക്സ് എത്ര വലിയ കമ്പനിയാണെന്നുള്ള ഒരു പഞ്ചായത്തിന്റെ ഒരൊറ്റ ലെറ്റർ മതി ആ സ്ഥാപനം പൂട്ടിപ്പോകാൻ. അങ്ങനെ ഒരു ലെറ്റർ ഒരു കാലത്ത് വരാതിരിക്കണമെങ്കിൽ ആ പഞ്ചായത്തിന്റെ ഭരണം അദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കണം. അവിടെ ജനങ്ങളെ എങ്ങനെ നിർത്തി? ആനുകൂല്യങ്ങൾ കൊടുത്തു നിർത്തി. ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ജനത അവർക്കൊപ്പം നിന്നു. പൊതുവെ നമ്മുടെ ഇന്ത്യൻ ജനതയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് കിഴക്കമ്പലത്ത് അവർക്ക് വേണ്ടി ജനങ്ങൾ നിന്നു. ഇത് ഇപ്പുറത്ത് ഇനി ഒരു കാര്യം പറയാം, ഏതാണ്ട് 1600 കോടി രൂപയുടെ നഷ്ടം കിറ്റെക്സിനുണ്ട്. അത് അമേരിക്കൻ താരിഫ് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് കിറ്റെക്സിനുണ്ടായ നഷ്ടമാണ്. ഞാൻ ഷെയർ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഈ നഷ്ടം നികത്താൻ അദ്ദേഹം കേന്ദ്രവുമായി ചേരുമ്പോൾ തെലങ്കാനയിൽ അദ്ദേഹത്തിന് പല പ്രോജക്റ്റുകളും പാസ്സാക്കി എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കേന്ദ്രം ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് 10,000 CRO മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു പ്രോജക്ട്. അതിന്റെ കറക്റ്റ് റിപ്പോർട്ട് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അതിൽ ഓരോ കമ്പനികളെ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ഷെയർ വാല്യൂ വർദ്ധിക്കും, കിറ്റെക്സിനും പ്രയോജനപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ തന്റെ കമ്പനിയെ രക്ഷിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാകണം ഇന്നലകളിൽ അതിശക്തമായി 3 രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ച ഒരു മനുഷ്യൻ പോയത്. പക്ഷെ അതിലേക്ക് ദയവ് ചെയ്ത് നമ്മളെ വലിച്ചിട്ടതായിരുന്നു. പുള്ളിയുടെ ലക്ഷ്യം രാഷ്ട്രീയ പ്രവർത്തനമാണെന്നാണ് ഞാൻ കരുതിയത്. എന്റെ ആഗ്രഹം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു. അതായത് ഇപ്പൊ ഇത്രയും പ്രതിസന്ധി നേരിട്ടു, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി, ഇനിയും ആ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണോ അതോ അഖിൽ മാറാൻ 2020 വിടുകയാണോ? എന്റെ ഭാര്യയെ കുഞ്ചിർത്തി ഇടിച്ചിട്ട് ഭർത്താവിനെയും ഭാര്യയും കൂടെ ഒന്നിപ്പിക്കുന്ന കണക്ക് ചില ചർച്ചകൾ കുടുംബത്തിൽ നടക്കും. അതുപോലെ ഇപ്പൊ എന്നോട് ചോദ്യം ചോദിച്ചത്. എന്താണ് തീരുമാനം? ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിച്ച ആളാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. സിനിമാ മേഖലയിൽ നിന്നും മറ്റിതര മേഖലയിൽ നിന്നും കിട്ടുന്ന വരുമാനം വേണ്ട എന്ന് വെച്ചുകൊണ്ട് പരിപൂർണമായും ജനങ്ങൾക്കിടയിൽ ഇറങ്ങണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. കഴിഞ്ഞ 2.5 മാസക്കാലമായിട്ടും ഒരു മെസ്സേജിന് റിപ്ലൈ തന്നിട്ടില്ല, ഫോണിന് റിപ്ലൈ തന്നിട്ടില്ല.
2020 ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനം വല്ലതാണോ? അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ? അത് കൊല്ലം ജില്ല പോലെ സംഘടനയില്ലാത്തൊരു സ്ഥലത്ത് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തിനാണ്? പോയി സംഘടനയെ വളർത്തിയെടുക്കാമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പൊ എന്റെ ആഗ്രഹം അതായിരുന്നു. പക്ഷെ അത് സാധിച്ചു തരാത്തത് കൊണ്ടും അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനമായി മുന്നോട്ട് പോകണമെന്ന് അവർക്ക് ആഗ്രഹമുള്ളതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടോ 2.5 മാസമായിട്ട് 2020 എന്തെങ്കിലും രാഷ്ട്രീയ പ്രതികരണം? ഇപ്പൊ കഴിഞ്ഞ 2.5 മാസമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, പല പ്രശ്നങ്ങളും നമ്മുടെ കേരളത്തിൽ നടന്നല്ലോ. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ അടുത്ത സമയത്താണ് ഡൽഹി സമരം ഉൾപ്പെടെ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, സാബു ജേക്കബിന്റെയോ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ 2020 ഭാഗമായിട്ട് ഒരു രാഷ്ട്രീയ പ്രചരണം നടത്തിയോ? ഇല്ല. രാഷ്ട്രീയമാർക്ക് താല്പര്യമില്ല. സാബുവിന് കാശടിക്കാനുള്ള ഒരു സംവിധാനമായിട്ട് മാറിയോ? അദ്ദേഹം ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പൊ ഒരാൾ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കാശടിക്കണോ, അതിനെ മുന്നോട്ട് കൊണ്ടുപോകണോ, ഇതൊക്കെ പുള്ളിയുടെ മാത്രം താല്പര്യമാണ്. പുള്ളി അതൊക്കെ ചെയ്തോട്ടെ. ഇതൊന്നും എന്നെ സംബന്ധിച്ചൊരു വിഷയമാണ്. മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്തെങ്കിലും? അല്ല, എനിക്ക് മനസ്സിലായ യാഥാർത്ഥ്യം ഞാൻ ഉൾപ്പെടെയുള്ളവർ ചതിക്കപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഒന്ന്, ഞാൻ വന്നതിന് ശേഷം കുറെ സ്ഥാനാർത്ഥികളെ ഇവർ പ്രഖ്യാപിച്ചു. ഒരു രാഷ്ട്രീയവും അറിയാത്ത, നിലവിൽ രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ ഒരു ഇടപെടൽ പോലും നടത്തിയിട്ടില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്നപ്പോ തന്നെ ആദ്യം അവിടെ നാണം കിട്ടും. കാര്യം പലരും പറഞ്ഞു അഖിലൊക്കെ 2020 വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തോന്നി കൊള്ളാം, എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ അവർ ചെയ്യാൻ പോകുന്നു. പിന്നീട് ആ സമയത്ത് വന്ന ചില കാൻഡിഡേറ്റ് പട്ടിക നിങ്ങൾ കേട്ട് കാണും. വോട്ടർപട്ടികയിൽ പോലും പേരില്ലാത്തവർ, കേരളത്തിൽ ഇന്ന് വരെ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലാത്തവർ, ഒരു എവിടെ ആയിക്കോട്ടെ, കേന്ദ്രത്തിനെതിരെ ആയിക്കോട്ടെ, സംസ്ഥാനത്തിനെതിരെ ആയിക്കോട്ടെ, ഒരു രാഷ്ട്രീയ അഭിപ്രായ പ്രകടനം പോലും നടത്താത്ത ആൾക്കാരെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്ന് കാൻഡിഡേറ്റ് ആക്കി. അപ്പൊ ഇവരുടെ ഉദ്ദേശം രാഷ്ട്രീയമല്ല, എങ്ങനെങ്കിലും ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ എവിടെയെങ്കിലും ഇട്ട് മത്സരിപ്പിച്ച് BJP-യിൽ നിന്ന് ഫണ്ട് വാങ്ങുക, തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഫണ്ട് ചോദിക്കുക. അല്ല, BJP A ക്ലാസ് മണ്ഡലമായിട്ട് കരുതിയത് തൃപ്പൂണിത്തറയായിരുന്നു. അപ്പൊ അവിടെയാണ് ആദ്യം അഖിൽ മത്സരിക്കുമെന്ന് കരുതിയത്. അവിടെ പോലും കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? ഭക്തിക്ക് ഇപ്പോൾ അഖിലിനും കുറവില്ലല്ലോ. അല്ലല്ല, അതിന്റെ പിന്നിൽ മറ്റു ചില രാഷ്ട്രീയ ഇടപെടൽ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ എറണാകുളം ജില്ലയിലെ എൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വലിയ നേതാവുണ്ട്. അദ്ദേഹത്തിന്റെ കൂടി താല്പര്യം സംരക്ഷിച്ചുകൊണ്ടാണോ എന്ന സംശയം എനിക്കുണ്ട്. ഇപ്പൊ തൃപ്പൂണിത്തുറ പോലൊരു മണ്ഡലത്തിലേക്ക് ഞാൻ വരുന്ന സമയത്ത് BJP-ക്ക് 30-35,000 വോട്ടിന്റെ ബേസ് ഉള്ള മണ്ഡലമാണ്. BJP-ക്ക് സംഘടനയുള്ള മണ്ഡലമാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ പോകുന്നത് കൌൺസിലർമാരും മുനിസിപ്പൽ ചെയർമാനും ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ്. തൃക്കാക്കരയെ സംബന്ധിച്ച് ഒരു കൌൺസിലറില്ലെന്നേ, ഒരു കൌൺസിലറില്ല. ഈ കൌൺസിലർ പോട്ടെ, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏതെങ്കിലും ഒരു MD-യുടെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പോലും ഇല്ലാതെ, കേരളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്ന ഒരാളാണ് ഞാൻ തൃക്കാക്കരയിൽ. ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പോലും ഇല്ല. ഹോട്ടലുകളിലാണ് പല ആൾക്കാരെയും വന്ന് കാണുന്നത്. എനിക്ക് ഏതാണ്ട് 10,000-2,000 ഫ്ലെക്സ് അടിച്ചെന്ന് തോന്നുന്നു. പലതും കയറിയിട്ട് പോലുമില്ല. ആദ്യം അടിച്ചത് ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ഇതില്ലാത്ത ഫ്ലെക്സുകളാണ്. അതുകൊണ്ട് ഇതൊന്നും വെക്കാൻ കോർപ്പറേഷൻ സമ്മതിച്ചില്ല. പലതും വെച്ചില്ല. ഞാൻ ഏതാണ്ട് 12,000-ലധികം കുട്ടികൾക്ക് ഡയറക്റ്റ് കത്തെഴുതി. ഇതൊന്നും കറക്റ്റ് സമയത്ത് പോസ്റ്റ് ചെയ്തില്ല. പക്ഷെ പാവങ്ങളെല്ലാം കൂടെ കുറെ സ്ത്രീകളെല്ലാം കൂടെ, എന്റെ വൈഫും കുട്ടികളും അവരുടെ 2020 കുറച്ച് സ്റ്റാഫുകളും എല്ലാവരും കൂടെ ചേർന്നിരുന്നിട്ട് ഈ കത്തെല്ലാം പ്രിപ്പയർ ചെയ്തു. 12,000 കത്തുകൾ എഴുതി പോസ്റ്റ് ചെയ്തു. സമയത്ത് പോസ്റ്റ് ചെയ്തില്ല. ഞാനിത് സ്പീഡ് പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് പലർക്കും കത്ത് കിട്ടി. ഈ കെട്ടിവെക്കാനുള്ള കാശ് ഒരു തന്നിരുന്നു. തെരഞ്ഞെടുപ്പിൽ ആദ്യം ഞാൻ ചെലവഴിച്ച പൈസ പിന്നീട് ഇവർ തന്നു. തെരഞ്ഞെടുപ്പിൽ എനിക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയുന്ന പ്രകാരം ലക്ഷക്കണക്കിന് രൂപ കിട്ടി, കോടിക്കണക്കിന് രൂപ കിട്ടി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ആദ്യം ഇവർ 5 പൈസ പോലും തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാതെ നിന്നപ്പോ ഞാൻ ബൈക്ക് വിറ്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയിട്ട് ഞാൻ കണക്കെഴുതി കൊടുത്തു. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ തരണം. ആ എഴുതി കൊടുത്ത കണക്കിനുള്ള പൈസകൾ കിട്ടും. അതായത് കൂടുതലും സോഷ്യൽ മീഡിയ വഴിയുള്ള കണ്ടന്റുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഫ്ലെക്സും പോസ്റ്ററും അടിച്ചു. പലതും ഒട്ടിച്ചില്ലെങ്കിലും വെച്ചില്ലെങ്കിലും ഇത് അടിച്ചു. കാര്യം വെക്കാൻ ആളില്ല. BJP-യുടെ കുറെ ആൾക്കാർ, കുറച്ച് പേർ കിടന്ന് കഷ്ടപ്പെടുന്നതല്ലാതെ 2020 ഞാനിതെല്ലാം പറയുമ്പോഴും 2020 എന്ന രാഷ്ട്രീയ സംവിധാനത്തിന്റെ കൂടെ ആളില്ല. ഇന്നലകളിൽ ഞാൻ പല സ്ഥലത്ത് പ്രചരണത്തിന് ചെല്ലുമ്പോഴും ഇവരെല്ലാവരും എന്റെ മുഖത്ത് നോക്കി പറയുന്ന ഒരു കാര്യം, ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ അതിൽ വോട്ട് വന്നേനാണ്. അപ്പൊ ഇനി എന്താണ് അഖിലിന്റെ 2020 സ്ഥാനാർത്ഥിയായപ്പോൾ പലരും ചോദിച്ചൊരു ചോദ്യം, ഇന്ത്യയുടെ ഭാഗമാകണമെങ്കിൽ എന്തിനാണ് 2020 BJP-യിൽ ചേർന്നാൽ പോലെ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതിനിപ്പോ ഉത്തരവുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് BJP-യുടെ വികസന കാഴ്ചപ്പാടുകളോട് ഭയങ്കര യോജിപ്പുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് ഒരു BJP നേതാവിന്റെയും വർഗീയ സ്റ്റേറ്റ്മെന്റുകളെ സപ്പോർട്ട് ചെയ്യാനോ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാനോ എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ഉത്തരവാണത്. എനിക്ക് BJP പോകുന്നതിന് മറ്റൊരു തടസ്സവുമില്ല. ഞാൻ 8 വർഷങ്ങൾക്ക് മുമ്പ് യുവമോർച്ചയുടെ ജില്ലാ കമ്മിറ്റി അംഗം രാജിവെക്കുമ്പോൾ ഞാൻ പിന്നീട് ഇന്ന് വരെയും BJP-യിലേക്ക് പോകാത്തത് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് വെറുപ്പുണ്ടായതുകൊണ്ടല്ല. BJP മുന്നോട്ട് വയ്ക്കുന്ന, നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ഡെവലപ്മെന്റ്സിനോടും അന്നും ഇന്നും യോജിപ്പാണ്. പക്ഷേ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ആശയം ഹിന്ദുത്വ ദേശീയബോധമായതുകൊണ്ടും അവരുടെ ചില നേതാക്കന്മാരാൽ സൃഷ്ടിക്കപ്പെടുന്ന ചില വിഭാഗീയതകളും എനിക്ക് ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ടും ഒരു സ്വതന്ത്ര കാഴ്ചപ്പാടോടുകൂടി, ഒരു മതേതര മൂല്യത്തോടു കൂടിയിട്ട് നിൽക്കണം എന്നുള്ള ഒറ്റ ചിന്തയിലും കൊട്ടാരക്കരയിൽ ഞാനൊരു സ്വതന്ത്രനായി മത്സരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്നത് കാണിച്ചു കൊടുക്കണം. ആരോടാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസുകാർക്ക് തന്നെ കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിനോട് കാണിച്ചു കൊടുക്കണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ യഥാർത്ഥ തീരുമാനമെടുത്തത്. ഇപ്പോ എന്നെ സംബന്ധിച്ച്
സ്വതന്ത്രമായി സംസാരിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന പിന്തുണ ഒരിക്കലും ഒരു മുന്നണിയുടെ ഭാഗമായി സംസാരിച്ചാൽ അപ്പൊ ഇനി ലഭിക്കില്ല. എങ്ങനെയാണ് മുന്നോട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം? എന്താ പറയാനുള്ളത്? അല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് അദ്ദേഹം പോട്ടെ. ഞാൻ അദ്ദേഹവുമായി ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് ഞാനെന്ന് പറയുന്ന വ്യക്തിയെ ആവശ്യമില്ല. എന്റെ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൃഷ്ണമാർ ഞാനിത് മാർച്ച് 15-ാം തീയതി എന്റെ ഫോണിൽ കിടത്തെ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം കൂടെ പറയാം. ഞാൻ ഇത് ഇന്ന് പറയുന്നതല്ല. വയറിനായി മാർച്ച് 15-ാം തീയതി ഞാൻ അയച്ച മെസ്സേജാണ്. ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാമെങ്കിൽ മാത്രം നമുക്കിരിക്കാം. ഞാൻ 2020 പാർട്ടിക്ക് ഭാവിയിൽ പ്രയോജനപ്പെടുമെങ്കിൽ മാത്രം സാറിന് എന്നെ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. എന്തുകൊണ്ടാണ് ഒരു മാസത്തിനുള്ളിൽ നിന്ന് തന്നെ നിങ്ങളിൽ നിന്ന് അകലേണ്ടി വന്നതെന്ന സത്യങ്ങൾ സമൂഹത്തോട് പറഞ്ഞ ശേഷം ഞാനായി മുന്നോട്ട് പോകും. ജീവിതത്തിൽ പറ്റിയ വലിയൊരു തെറ്റ് സമൂഹത്തോട് മാപ്പ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇത് മാർച്ച് 15-ാം തീയതി ഞാൻ പുള്ളിക്ക് അയച്ച മെസ്സേജാണ്. ഫെബ്രുവരി 11-ാം തീയതിയാണ് ഞാൻ ഇദ്ദേഹത്തിന്, അതായത് ഈ കൺഫർമേഷൻ പറയുന്ന സമയത്ത് ഞാൻ അന്ന് ഇദ്ദേഹത്തിന് അയക്കുന്ന മെസ്സേജ്, ഹിയർ ഐ ആം കൺഫേമിംഗ് ടു ജോയിൻ 2020 ആസ് പെർ അവർ ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. പ്ലീസ് കൺഫേം ദ കൊട്ടാരക്കര അസംബ്ലി ആൻഡ് അറേഞ്ച് എ ഗ്രേറ്റ് എൻട്രി. ഇത് ഫെബ്രുവരി 11-ാം തീയതി അയക്കുന്നതാണ്. തുടർന്ന് അദ്ദേഹത്തിന് ഞാൻ പലപ്പോഴായിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് കൊട്ടാരക്കര സീറ്റിന്റെ കാര്യത്തെക്കുറിച്ച്. ഇലക്ഷന് മുൻപ് തന്നെ അകന്നു. ഇലക്ഷന് മുൻപ് തന്നെ അകന്നു. പക്ഷെ എന്റെ ഇനി രാജീവ് ചന്ദ്രശേഖരനും ഞാൻ ഇതേ മെസ്സേജ്, അതായത് മാർച്ച് 11-ാം തീയതി ഞാൻ രാജീവ് ചന്ദ്രശേഖരൻ അയക്കുന്ന മെസ്സേജാണ്. സാർ, ഐ ആം കറന്റ്ലി ഇൻ എ സിറ്റുവേഷൻ വെയർ ഐ ഫീൽ ഐ ഹാവ് ബീൻ caught in a big betrayal. Even though there was a possibility for me to get a seat in Congress, the reason I decided to join 2020 was the assurance given by Sabu Jacob that Kottarakara seat would be given to me. He had clearly told me that Rajiv Etan and had agreed to give the Kottarakara seat to 2020. Now seeing what happened, I do not know whether Sabu Jacob cheated me or whether BJP cheated Sabu Jacob. All I know is that my life has been pushed into a very difficult situation. My career, my income, my credibility, my word, and even my family have all been affected because of this. I can explain everything in detail when we will meet in person. I just wanted to inform you about these matters. എന്ന് മാർച്ച് 11-ാം തീയതി അയച്ചു. കഴിഞ്ഞ ബുധനാഴ്ച ഈ വിഷയം ഞാൻ അദ്ദേഹത്തിന് അയച്ചു. സാർ, ദിസ് ഈസ് അഖിൽമാർ, ഈ സെയിം കാര്യം പറഞ്ഞുകൊണ്ട് ഞാനിത് പബ്ലിക്കായിട്ട് പറയുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ അദ്ദേഹത്തെ ഈ വിഷയം അറിയിച്ചു. എനിക്ക് കൃത്യമായിട്ടുള്ള മറുപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സാബു ജേക്കബിന്റെ 2020 വൈസ് പ്രസിഡന്റിനോടും ഞാൻ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചു. കാരണം അതായത് കുറെ നാളുകൾക്ക് ശേഷം ഇവര് നമ്മളെ വിളിച്ചു. ഏതാണ്ട് ഒരു 10-30 ദിവസങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നു, ഏകദേശം ഒരു മാസം മുന്നേ എന്നെ ഒന്ന് വിളിച്ചു. എന്നെ ഒന്ന് വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ആലോചിക്കാം എന്ന് ഞാൻ പറഞ്ഞു. വിളിച്ചിട്ട് നമുക്കൊന്ന് ഇരിക്കണ്ട എന്നൊക്കെ ചോദിച്ചു. അത് സാബു ജേക്കബ് അല്ല വിളിച്ചത്. ഞാൻ സാബു ജേക്കബിനോട് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് ഞാൻ ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം വേണ്ട എന്ന് വെച്ച ഒരാളല്ല. ഞാൻ ഒരു കാര്യം നിങ്ങളിത് കാരണം എനിക്ക് നമ്മുടെ ജീവിതത്തിൽ എന്റെ എല്ലാ തീരുമാനങ്ങളും ഏറ്റവും മികച്ചതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ എന്നെ ചതിക്കപ്പെട്ട ഈ ഒരു തീരുമാനം ഒഴിച്ചാൽ, ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയം ഞാൻ സാബു ജേക്കബിന് അയച്ച മെസ്സേജ്, കട്ടയ്ക്ക് കൂടെ നിൽക്കാം, 2020 ജില്ലാ പ്രസിഡന്റായിട്ട് കൊല്ലത്ത് തന്നെ വെക്കൂ. കാര്യം പുള്ളി വിഷമിച്ചിരിക്കുകയാണെന്ന് കരുതിയിട്ടാണ് ഞാൻ അയച്ചത്. ആദ്യം ഞാൻ വിളിച്ചപ്പോൾ എടുത്തില്ല. പുള്ളി ഇനി വിചാരിച്ചു ഇനി തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കൊണ്ട് ഞാൻ ആ മനുഷ്യൻ വിഷമിച്ചിരിക്കുകയല്ലേ, കൂടെ നിൽക്കാമെന്ന് ധൈര്യം കൊടുക്കാം, അതിനുശേഷം രാഷ്ട്രീയമായിട്ട് ചിന്തിക്കാം. അതിനുശേഷം ഞാൻ പറയുന്നു അതായത് ഇവിടെ ഈ വീടിന്റെ കാര്യം പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. പുള്ളി ഒരു മറുപടി ഇടുന്നില്ല. ഇവർക്കൊരു വീട് വെച്ച് കൊടുക്കുകയാണ് സാർ, ഒപ്പം ഉണ്ടാവണം. എന്നിട്ട് ഞാൻ ആശയങ്ങൾ പറയുകയാണ്. നമ്മുടെ ടോട്ടൽ പ്രതിച്ഛായ മാറണം, ജനകീയ വിഷയങ്ങൾ നമ്മൾ ഇടപെടണം, നമുക്ക് നല്ലൊരു സോഷ്യൽ മീഡിയ ടീമിനെ ഉണ്ടാക്കണം, സ്ട്രോങ് ആയിട്ടൊരു PR വർക്ക് ചെയ്യണം, നമുക്കൊരു മീഡിയ ഉണ്ടാവണം. അങ്ങനെ ഞാൻ പല കാര്യങ്ങൾ, അതായത് സത്യത്തിനും നീതിക്കും ജനപക്ഷത്തും നിൽക്കുന്ന ഒരു സാബു ജേക്കബും 2020 പാർട്ടിയായിട്ട് നമുക്ക് വളരണം, എന്നാൽ കഴിയാവുന്ന കാര്യങ്ങൾ ഞാനും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതിന്റെ ഇടയിൽ മെസ്സേജ് അയക്കുന്നു. ഒരു റിപ്ലൈ ഇല്ല. വീണ്ടും സാർ, പാർട്ടി ഘടകം വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് നേരത്തെ ചെയ്യണം. വിജയുടെ പാർട്ടി ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അവർക്ക് കേരളത്തിൽ ഫാൻസ് ഉണ്ട്. അപ്പം പുതിയ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന കുറെ പേർ അങ്ങോട്ട് പോകും. ആ നിഷ്പക്ഷരെ നമ്മുടെ കൂടെ കൂട്ടാൻ നമുക്ക് പറ്റണം. ഒരു മറുപടിയില്ല. ഇതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ അങ്ങോട്ട് കാര്യങ്ങൾ പറയുകയും ഒരു മറുപടി ഇല്ലാതെ വരികയും ഇപ്പുറത്ത് ധാരാളം പഴി കേൾക്കുകയും ചെയ്യുമ്പോൾ പിന്നെ എന്തിനാണ് നിൽക്കുന്നത്? ഞാനിപ്പോ അതാ പറയുന്നത്. ഇവിടെ വീഡിയോ സ്വതന്ത്ര കാഴ്ചപ്പാടോടുകൂടി ഈ ഒരു അതായത് ഒരു ഫെബ്രുവരി 11 മുതൽ ഈ നിമിഷം വരെ കേൾക്കേണ്ടി വന്ന പഴിയും ബാധ്യതയും ഞാൻ പതുക്കെ എടുത്ത് താഴെ വയ്ക്കുകയാണ്. അതിനു മുമ്പ് ഫെബ്രുവരി 11 മുന്നേ ഒരു അഖിൽ ഇവിടെ ഉണ്ടായിരുന്നു. പല വിഷയങ്ങൾ ഇടപെട്ട അഖിലുണ്ടായിരുന്നു. സർക്കാരിനെതിരെ സംസാരിച്ചിട്ടുണ്ട്, കേന്ദ്രത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട്, സംസ്ഥാനത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ രാജ്യദ്രോഹ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള കേരളത്തിലെ
മറ്റേ സെലിബ്രിറ്റി പ്രൊഫൈൽ ഒന്നും വേണ്ട, ആദ്യത്തെ പൗരനായിരിക്കും. 152 BNS പ്രകാരം എനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പിണറായി വിജയനെതിരെ പറഞ്ഞതിന്റെ പേരിൽ എനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പല വിഷയങ്ങളിൽ നമുക്കെതിരെ കേസ് വന്നിട്ടുണ്ട്. ഈ സമയത്തൊന്നും തന്നെ ഞാൻ ഒരു നേട്ടം വെച്ചിട്ട് പോയ ഒരാളല്ല. നേട്ടങ്ങൾ വെച്ചിട്ട് പോകുന്നവർ മിണ്ടാറില്ല, അവർ നിശബ്ദരായി. ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇല്ലെന്നാണ്. എന്റെ സ്വതന്ത്ര കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുമ്പോൾ എനിക്കൊരു ഗുണം. ഇപ്പൊ ഞാൻ പറയും, ഇവിടെ വീട് വെച്ച് കൊടുത്താൽ സ്വാഭാവികമായിട്ടും പലരും പറയും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. എനിക്കൊരു രാഷ്ട്രീയ നേട്ടം വേണ്ട. ഈ പാവങ്ങളോട് ഞാൻ കൊടുത്തൊരു വാഗ്ദാനമാണ് ഇത് ചെയ്തു തരാമെന്നുള്ള കാര്യം, അത് ചെയ്തു കൊടുക്കുന്നു. ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇല്ല. ഇപ്പൊ എനിക്ക് എഴുതാൻ അറിയാം, എനിക്ക് തിരക്കഥ എഴുതാൻ അറിയാം, എനിക്ക് സിനിമ സംവിധാനം ചെയ്യാൻ അറിയാം, എനിക്ക് പല ഷോകളും കൈകാര്യം ചെയ്യുന്ന ശേഷിയുണ്ട്. ഇതെല്ലാം വേണ്ട എന്ന് വെച്ചിറങ്ങിയ ഒരുവനെ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കണം. എനിക്ക് 2 പെൺമക്കളുണ്ട്. ഞാൻ പറഞ്ഞു, അച്ഛന് ക്യാൻസർ ആണെന്നു, അച്ഛന്റെ ഒരു കണ്ണിന്റെ കാഴ്ച പോയി, അച്ഛന്റെ കാര്യം ഞാൻ നോക്കണം. അച്ഛൻ, അമ്മ, അമ്മൂമ്മ ഉൾപ്പെടെവരുടെ കാര്യം ഞാൻ നോക്കണം. ഭാര്യ, 2 പെൺമക്കൾ, ഇവരുടെ കാര്യം ഞാൻ നോക്കണം. അങ്ങനെയൊക്കെ എനിക്ക് ഉത്തരവാദിത്തങ്ങളെല്ലാം കളഞ്ഞിട്ട് ഒരു പരിധി വിട്ടിട്ട് ഓടി പോകാൻ പറ്റത്തില്ലല്ലോ. BJP നേതൃത്വത്തെ അറിയിച്ചിരുന്നു. BJP നേതൃത്വത്തോട് കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ഈ വിഷയങ്ങൾ രാജീവ് ചന്ദ്രശേഖറിന് ഡയറക്റ്റ് ഞാൻ വാട്സപ്പ് ചെയ്തിരുന്നു. ഈ പൈസ ലഭിച്ച അതല്ല ഇത് വിടുന്നു. അല്ലല്ല, ഞാൻ ഈ വിഷയങ്ങളും ഞങ്ങൾക്ക് ആർക്കും പൈസ കിട്ടിയിട്ടൊന്നുമില്ല. ഇതിന്റെ പഴി ഞങ്ങൾക്ക് ചുമക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇനിയിപ്പോ എങ്ങോട്ടും ഇല്ല, പുതിയ തീരുമാനങ്ങൾ. സ്വതന്ത്ര കാഴ്ചപ്പാടോട് കൂടിയിട്ട് ശരിയെന്ന് തോന്നുന്ന വിഷയം, പലപ്പോഴും പല ആൾക്കാരും തമാശ വേണം പറയാനുള്ള നിലപാട്. എന്നെ സംബന്ധിച്ച് നിലപാടെന്നെങ്കിലും ഒരു വിഷയത്തിലെ ശരിയാണ്. അത് ബിഗ് ടി വി പറഞ്ഞത് ശരി, ബിഗ് ടി വിക്കൊപ്പം, റിപ്പോർട്ടർ പറഞ്ഞ റിപ്പോർട്ടറിനൊപ്പം. തെറ്റാണെന്നുണ്ടെങ്കിൽ തെറ്റ്, ശരിയാണെങ്കിൽ ശരി. അത് മറ്റു പലർക്കും അതങ്ങനെ ആയിരിക്കാത്തതുകൊണ്ട് അവർക്ക് നമ്മളെ വിമർശിക്കാം. എനിക്കൊരു വിഷയത്തിൽ എന്റെ ശരിയാണ് എന്റെ നിലപാടെന്ന് പറയുന്നത്. ആ ശരികളുമായി മുന്നോട്ട് പോകും. വിദ്യാർത്ഥി സമരത്തെ ആദ്യ ദിവസം തന്നെ പൂർണ്ണ അർത്ഥത്തിൽ പിന്തുണച്ച ആളാണ്. അതേസമയം തന്നെ നരേന്ദ്രമോദി എടുത്ത തീരുമാനത്തെയും പൂർണ്ണ അർത്ഥത്തിൽ പിന്തുണച്ച ആളാണ്. കാരണം ജനാധിപത്യ ബോധമാണ്. അല്ലാതെ കോൺഗ്രസ് അടിയന്തരാവസ്ഥ കാലത്ത് ചെയ്തതെന്നൊക്കെ ചെയ്തില്ല. ആരുടെ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ നോക്കില്ല, ശബ്ദങ്ങളെ കേട്ടു. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വിദ്യാർത്ഥി സമരത്തെ ന്യായീകരിക്കുന്നു. തുടർന്ന് മുന്നോട്ട് പോകും. ഒരുപാട് സന്തോഷം. അപ്പോ മാന്യമായ ആവശ്യങ്ങൾക്ക് നിങ്ങൾ ഉറപ്പായിട്ടും. താങ്ക് യു.